അയ്യപ്പ സംഗമത്തിലെ ഒഴിഞ്ഞ കസാരകൾ AI അല്ല MI ആണ്. മലയാളി ഇന്റലിജൻസ് ആണെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. മലയാളിയെ ഇങ്ങനെ കബളിപ്പിച്ചു പോകാൻ കഴിയില്ലെന്നും നടന്നത് BJP CPM ഐക്യ സംഗമം അയ്യപ്പ സംഗമമല്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വെച്ച് പറഞ്ഞു. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇന്ന് ഇവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അതിനെതിരാണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. CPM-നും അത് ബോധ്യമായിട്ടുണ്ട്. ജനങ്ങളുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടില്ല. ഇതൊരു തട്ടിക്കൂട്ട് സംഗമം. ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ CPM പലപ്പോഴും മൃദുത്വ ഹിന്ദു സമീപനം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് CPM പോയിക്കൊണ്ടിരിക്കുക. ഇതിന് CPM വലിയ വെല്ല് കൊടുക്കേണ്ടി വരും. CPM-നെ പോലെ ഒരു പാർട്ടി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളൊക്കെ കേരളത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള ഒന്നാണ് എന്നുള്ളത് ബോധ്യമാണ്. ഇവരെന്തിനു വേണ്ടിയാണ് എങ്ങനെ ഒരു പാർട്ടി CPM പോലെയുള്ള ഒരു പാർട്ടി യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം നരേന്ദ്രമോദിയേക്കാൾ അമിത്ഷായേക്കാൾ കൂടുതൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ജനങ്ങൾ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ സന്ദേശം വായിക്കുമ്പോൾ ഒരു പ്രയാസമില്ല. വാസ്തവം വായിക്കുന്ന എന്ത് ആവേശത്തോടു കൂടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ BJP, ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പറയുന്നു, BJP-യും CPM തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധമുണ്ട്. ആ ബന്ധമുണ്ട് എന്നുള്ളത് ശരിക്കും ഇന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമത്തിൽ കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വികസന സദസ്സിന് എന്ത് അർത്ഥമാണുള്ളത്? ഒന്നാം ഗവൺമെന്റ്, രണ്ടാം ഗവൺമെന്റ് കഴിഞ്ഞ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ല. ഈ വികസന സദസ്സ് നടത്തുന്ന ഏതെങ്കിലും പഞ്ചായത്തിന് ഇനി വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ എല്ലാ കാലത്തും കഴിഞ്ഞ് ഒക്ടോബർ മാസം വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നിടത്ത് എന്ത് ചെയ്യാനാണ്? അപ്പൊ വികസന സദസ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ 10 വർഷം പഞ്ചായത്തുകളെ ഭരിക്കാൻ വേണ്ട രീതിയിൽ പിന്തുണ കൊടുക്കാതെ നിങ്ങൾ 10 വർഷക്കാലത്തെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചു. LSGDക്ക് നൽകിയിട്ടുള്ള, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് നൽകിയിട്ടുള്ള പ്ലാൻ ഫണ്ട് കൃത്യമായി കൊടുക്കാത്തവരാണ് ഇപ്പൊ വികസന സെമിനാർ നടത്തുന്നത്. അപ്പൊ വികസനം നടത്താനുള്ള അവസരം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ്, ആവശ്യമായ പണം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഇപ്പൊ സമരത്തിന് മുന്നിൽ, ഈ ഇലക്ഷൻ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, കോൺക്ലേവുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമാണ് അയ്യപ്പ സംഗമം, അതിന്റെ ഭാഗമാണ് വികസന സെമിനാർ. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാണ്.